മലപ്പുറം വേങ്ങരയിലുണ്ടായിരുന്ന സംഭവം മനസാക്ഷിയെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. വേങ്ങരയിൽ MDMA ലഹരിയിൽ യുവാവ് അമ്മയെ അടിച്ച് പരിക്കേൽപ്പിച്ചു എന്നുള്ള സംഭവമാണ് വരുന്നത്. വേങ്ങര ചെനക്കൽ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ചെനക്കൽ സ്വദേശി സൽമാനെ പോലീസ് എത്തി ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. യുവാവിനെ പോലീസ് അനുനയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്ന കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുമില്ലെങ്കിലും ഇവൻ്റെ അമ്മയുടെ 3 പല്ലല്ലേ പോക്കാൻ തോന്നിയുള്ളൂ എന്നതാണ്. അത് തന്നെ വലിയ അതിശയം, അല്ലെങ്കിൽ അമ്മയുടെ ഭാഗ്യം. ജീവൻ എടുക്കാൻ ഇവന് തോന്നിയില്ലല്ലോ. ആ ദയ അവൻ അവരോട് കാണിച്ചു. പ്രസവിച്ചതിൻ്റെ ദയയായിരിക്കും ആ കാണിച്ചത്. അതിൻ്റെ കാര്യം ഞാൻ ഇങ്ങനെ പറയാനുള്ള കാര്യം, കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂടുകാരനായിട്ടുള്ള 23 വയസ്സുകാരനും അവൻ്റെ ഉമ്മയോട് കാണിച്ചിട്ടുള്ള, അല്ലെങ്കിൽ 5 പേരെ കൊന്ന അതിക്രൂരമായിട്ടുള്ള ആ ഒരു കൃത്യം ചെയ്തത് നമുക്കറിയുന്നൊരു കാര്യമാണ്. അവൻ മദ്യം മാത്രം കഴിച്ചു എന്നാണ് പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ലഹരി ഉപയോഗിക്കുന്നെന്ന് പറയുന്നു, ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ പല രീതിയിലാണ്, അസംഷൻസ് മാത്രമാണ് പലതിൽ നിൽക്കുന്നതെന്ന് പറയുന്നത്. ഇവന്റെ കാര്യത്തിൽ പൂർണ്ണമായി പറയുന്നു ഇവൻ MDMA ഉപയോഗിക്കുന്നവനാണെന്ന്. നമുക്കറിയാം, ഏറ്റവും വീര്യം കൂടിയ രീതിക്ക് പറയുന്നതാണ് MDMA എന്ന് പറയുന്നത്. അത്രയും വീര്യം കൂടിയ ലഹരി ഉപയോഗിച്ചിട്ടും അവന് കുറച്ചെങ്കിലും ഈ പറയുന്ന അവൻ ചെയ്യേണ്ട അതിക്രമങ്ങളെ കുറച്ച് വെക്കാൻ അവന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ചത്, ഈ വെഞ്ഞാറമൂടുകാരൻ ഇനി എന്ത് തരത്തിലുള്ള ലഹരിയാണ് ഇത്രയും ദാരുണമായിട്ടുള്ള കൃത്യം ചെയ്ത് ചോര കണ്ട് അറപ്പ് മാറണമെങ്കിൽ അത് എന്ത് തരത്തിലുള്ള ലഹരി, അത് ഉറപ്പാണ്. ഇനി എത്ര തരത്തിൽ അതിനെ കടക്കണി എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഉറപ്പായും അതിന് പിന്നിൽ ഏറ്റവും കൂടിയ ഏതോ ഒരു ലഹരി ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അതിലപ്പുറത്തേക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ പയ്യൻ ചെന്നൈയിലേക്ക് ജോലിക്ക് പോകുന്നു, അതിനുശേഷം വീട്ടിലേക്ക് വരുന്നു. ഇതിന് മുന്നേ വരെ എപ്പോഴും വെളിയിലേക്ക് ഇറങ്ങുകയൊക്കെ പതിവുണ്ടായിരുന്ന പയ്യൻ, സൽമാൻ എന്നാണ് ഈ പയ്യന്റെ പേര്. പിന്നീട് ചെന്നൈയിൽ ജോലിക്ക് പോയതിന് ശേഷം, വന്നതിന് ശേഷം എപ്പോഴും വീട്ടിൽ തന്നെ അല്ലെങ്കിൽ റൂം അടച്ചിരിക്കുന്ന ഒരു സ്വഭാവം. അപ്പം ഉമ്മയിൽ അത്, കാരണം സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നതിനെ തുടർന്ന് ഉമ്മ റൂമിൽ പരിശോധിക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, അവനെ ഒന്ന് വാച്ച് ചെയ്യുന്ന സമയത്താണ് മനസ്സിലായത് ഇവൻ ബാഗിൽ നിന്ന് എന്തോ ഒരു പൊടിയെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉമ്മയ്ക്ക് സംശയം തോന്നിയ സമയത്ത് അവനോട് ചോദ്യം ചോദിച്ചു. അവനെ ക്വസ്റ്റ്യൻ ചെയ്തു. അതവന് ഇഷ്ടപ്പെട്ടില്ല. സ്വാഭാവികമായിട്ടും അവൻ്റെ ടെമ്പർ തെറ്റി അവൻ ഈ പറയുന്ന ഉമ്മയെ ഉപദ്രവിച്ചു. ഉമ്മ വല്ലാത്ത രീതിക്ക് സഹോദരിയെ ഉപദ്രവിച്ചു എന്ന് പറയുന്നുണ്ട്. ഇത് ഈ ഒരു മനോവിഷമത്തിലും ബാക്കി കാര്യങ്ങളിലും മറ്റുള്ള ആൾക്കാർ അറിയുന്നു, അതായത് അടുത്തുള്ള ആൾക്കാരൊക്കെ അറിയുന്നു. അവർ പിന്നെ ചെയ്യുന്നതെന്ന് പറയുന്നത്, അവർ വന്ന് നോക്കുന്ന സമയത്ത് അവരോട് ഇവൻ ഭയങ്കരമായിട്ട് എന്ന് പറയുന്നത് കയർത്ത് സംസാരിക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ ചെല്ലുന്നതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചപ്പം ഇവർക്ക് തന്നെ മനസ്സിലായി ഇതിൽ എന്തോ പ്രശ്നമുണ്ട്, അപാകതയുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് പോലീസിനെ അറിയിച്ചേ പറ്റുമെന്ന്. അങ്ങനെ പോലീസിനെ അറിയിക്കുന്നു. പോലീസ് വരുന്നു. പക്ഷേ MDMA ആണെങ്കിലും ഇനി എത്ര കൂടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോലീസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യലിൽ കൃത്യമായിട്ട് അവൻ അതിന്റെ കാര്യം മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോയിലൂടെ കൃത്യമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, മുന്നിൽ നിൽക്കുന്നത് പോലീസാണെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധത്തോടു കൂടി തന്നെ, അത്രയും പേടിയോടുകൂടി തന്നെയാണ് അവൻ സംസാരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അവൻ ഭയങ്കരമായിട്ട് അതിൻ്റെ ഏറ്റവും മൂർത്തഭാവത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത്. അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവനെ റീ അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അപ്പോഴൊരു ഞെട്ടിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. ഇത് കുറേ കാലമായി ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. മൂട്ടിൽ വളം വെച്ചു കൊടുക്കുന്ന രക്ഷിതാക്കൾ എന്ന് പറയുന്നത്. ഈ ഉമ്മയും നല്ലൊരു ഉമ്മയാണ്. കാരണം എന്ന് പറയുന്നത്, മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പോലീസിനോട് പരാതിയില്ല. എനിക്കൊരു പരാതിയില്ല. കാരണം മകനെ പോലീസ് സ്റ്റേഷൻ കിടക്കും, ജയിലിലേക്ക് കിടക്കും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ആ ഉമ്മയ്ക്ക് ഒരു പരാതിയില്ല. പരാതി പോലീസിന് കൊടുക്കാത്തത് കൊണ്ട് തന്നെ പോലീസിന് ബാക്കി ഒരു ആക്ഷൻസും എടുക്കാൻ പറ്റത്തില്ല. ഇതെന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മാത്രം ചെയ്യുന്നതെന്ന് പറഞ്ഞത്, അതായത് സ്വന്തം മക്കളെ സ്നേഹിക്കുകയാണ് അവർ ചെയ്യുന്നതെന്ന് പറയുന്നത്. എനിക്കത് മനസ്സിലാവാത്തൊരു കാര്യമാണ്. മക്കളോട് സ്നേഹമാകാം, പക്ഷേ നമ്മുടെ സമൂഹത്തിന് നമുക്ക് തന്നെ ഈ പറയുന്ന ഏറ്റവും വലിയ വിഷമായി മാറുമെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജന്മം കൊടുത്ത മക്കളായാലും കൃത്യമായിട്ട് നമ്മൾ അവർക്കൊരു മാതൃക തന്നെ ആവേണ്ടത് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു വ്യക്തി, ആ വ്യക്തിയിൽ നിന്ന് കുടുംബം ആരംഭിക്കുന്നു, കുടുംബങ്ങൾ ചേർന്ന് വലിയൊരു സമൂഹം എന്നൊരു കാര്യത്തിലേക്ക് പോകുന്നു. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ കുടുംബത്തിലായാലും ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റെന്ന് സമൂഹത്തിന് നോക്കി പറയാനുള്ള ഒരു തൻ്റെയിടം ഉണ്ടാവണം. ആ തൻ്റെയിടം ഉണ്ടാവുന്ന സമയത്താണ് അത് മറ്റൊരു കുടുംബത്തിലും പ്രാവർത്തികമാക്കാൻ അവർ ശ്രമിക്കുക എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, ഇന്നല്ല എന്നും ഒരുപക്ഷെ
ഒരുപക്ഷെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഞാൻ പ്രസവിച്ചതല്ലേ, ഞാൻ ജന്മം നൽകിയതല്ലേ, ഇത് മറ്റൊരാൾ അറിയേണ്ട കാര്യമില്ല, ഇത് ഇവിടെ അങ്ങ് തീർന്നോട്ടെ, ഇങ്ങനെ മൂടിപ്പൊതിഞ്ഞ് വെക്കുക. ഇങ്ങനെ മൂടിപ്പൊതിഞ്ഞ് വെച്ച് അവസാനം ഇവൻ്റെ അല്ലെങ്കിൽ ഇവളുമാരുടെ ഒക്കെ കൈകൊണ്ടായിരിക്കും ഈ മൂടിപ്പൊതിഞ്ഞ് വെക്കുന്ന ഭയങ്കര സ്നേഹനിധികളായിട്ടുള്ള അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ അന്ത്യം. ഇങ്ങനെ എത്രയോ കേസുകൾ നമ്മുടെ കേരളത്തിൽ നിരവധിയായിട്ട് നമ്മൾ കണ്ടുവരുവാണ്. അതിലപ്പുറത്തേക്ക് ഇനി മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഈ MDMA സുലഭമായിട്ട് നമ്മുടെ കേരള സംസ്ഥാനത്തിൽ ലഭിക്കുന്നത്? ഇതിപ്പോൾ ചെന്നൈ എന്നൊരു സംഭവമാണെന്ന് നമുക്ക് മനസ്സിലാക്കി, നമ്മുടെ സംസ്ഥാനം അല്ലെന്ന് മാത്രം പറയാം. പക്ഷെ അതല്ല കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു ദിവസത്തിൽ നമ്മൾ വാർത്താ ചാനലുകൾ ഒരു രാവിലെ 10 മണിക്കിട്ട് രാത്രി 10 മണിക്ക് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ എത്രയോ കേസുകളാണ് ലഹരി മരുന്നുകൾ, കഞ്ചാവ്, മയക്കുമരുന്നുകൾ, MDMA ഇതുപോലുള്ള കാര്യങ്ങളെ പിടിച്ചെടുത്തു എന്ന് വാർത്ത കേൾക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. അപ്പൊ എന്തിനാണ് നമ്മുടെ അതിർത്തിയിൽ ഈ പറയുന്ന ചെക്ക് പോസ്റ്റുകൾ, അവിടെ ഈ പറയുന്ന പലതരത്തിലുള്ള ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ, അതിലപ്പുറത്തേക്ക് നമുക്കറിയാവുന്ന കാര്യമാണോ, നീ അതിർത്തി കടന്നായിരിക്കും നമ്മുടെ സംസ്ഥാനത്തിലേക്ക് ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ വരുന്നത്. അതിലപ്പുറത്തേക്ക് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വിമാനത്താവളങ്ങളെ കേന്ദ്രീകരിച്ചാണ്. എന്തിനാണ് കസ്റ്റംസ് ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇതൊക്കെ എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അതായത് അവർ കൃത്യമായിട്ട് എല്ലാ ഉദ്യോഗസ്ഥരും അവർ നിയമിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും മറ്റൊരു രാജ്യത്ത് നിന്ന് ഇതുപോലുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കടക്കില്ല. അപ്പം ഇങ്ങനെ കടക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒറ്റ കാര്യം നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, ഒരു നാണയത്തിന് 2 വശങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് പോലെ എല്ലാ ഉദ്യോഗസ്ഥരും നല്ലവരാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെ ഇവിടെ കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ ഉറപ്പായിട്ടും ആ നോക്കുന്നതിൽ എന്തൊക്കെയോ അപാകതകൾ ഉണ്ടായത് കൊണ്ട് തന്നെയാണല്ലോ ഈ പറയുന്ന വിമാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വിമാന വഴിയൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ കഴിയുന്നത്. ഈസി ആയിട്ട് ഇവിടെ നടക്കും. നമ്മളെ സ്വർണ്ണക്കടത്ത് എത്രയോ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇതിൽ എന്തെങ്കിലും അന്ത്യം കുറിച്ചോ ഇല്ല. അപ്പം ഇതിന് കുറെ ആൾക്കാർ പിൻബലം നൽകുന്നുണ്ടെന്നുള്ളത് വാസ്തവമായിട്ടൊരു കാര്യമാണ്. അതിർത്തി കേന്ദ്രീകരിച്ച് എത്രയോ ഓഫീസേഴ്സ് നിൽക്കുന്നു, അല്ലെങ്കിൽ എത്രയോ ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്നു. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ചെക്ക് പോസ്റ്റ്. അവിടുത്തെ ഈ പറയുന്ന കാര്യങ്ങൾ, ചെക്കിങ്ങും ബാക്കി കാര്യങ്ങളും കൃത്യമായി നടത്തിയിട്ടാണ് ഓരോ വാഹനങ്ങളെയും ഇങ്ങോട്ട് നമ്മുടെ അതിർത്തി കടത്തി വിടേണ്ടതെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ കടന്ന് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചെക്കിങ് ബാക്കി കാര്യങ്ങളൊന്നും പൂർണ്ണമല്ല എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടതെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് എന്താണ് ഇത്രയും നിരന്തരമായിട്ട് ഒരുപാട് കുറച്ചധികം ഒരു 10 വർഷമായിട്ട് നമ്മുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഈ യുവാക്കൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന വയസ്സായ ആൾക്കാർക്ക് എല്ലാവർക്കും മദ്യം ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക്, ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു. അവർ ചെയ്തു കൂട്ടുന്ന ഒരുപാട് ഈ പറയുന്ന ഹീനമായിട്ടുള്ള പ്രവർത്തികൾ, മരണങ്ങൾ, ഈ പറയുന്ന കൊലപാതകങ്ങൾ അല്ലെങ്കിൽ പീഡനങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ ലഹരി മൂത്താണ് ചെയ്യുന്നതെന്ന് കണ്ടിട്ടും ഇവിടെ ഇതിനെതിരെ എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത്? നമ്മൾ കേൾക്കുന്നുണ്ട് ഈ പറയുന്ന കണക്ക് ലഹരിക്ക് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ലഹരിയെ എതിരായിട്ട് ഈ പറയുന്ന വിമുക്തി പോലുള്ള എക്സൈസിൻ്റെ ആയിട്ടുള്ള പരിപാടികൾ, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കണക്ക് കവച് പോലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ലഹരി മരുന്ന് ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ കുറേ പ്രോഗ്രാംസ്, ഈ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള കുട്ടികൾക്ക് ഈ പറയുന്ന ഇതേ തരത്തിലുള്ള ലഹരി മരുന്നിന് എതിരെയുള്ള അവബോധം കൊടുക്കുന്ന ഒരുപാട് പ്രോഗ്രാംസ്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയോ തെറ്റുകൾ സംഭവിക്കുന്നു, ആരൊക്കെ ഇതിന് കൂട്ടു നിൽക്കുന്നു, ഇതിന് പിന്നിൽ നല്ല ശക്തമായിട്ടുള്ള അടിത്തറയുള്ള ഏതൊക്കെയോ മാഫിയകൾ ഇവിടെ ഉറപ്പായിട്ടും പങ്കുണ്ട് എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സ്കൂൾ കേന്ദ്രീകരിച്ച് നമുക്ക് ഒരു 2-3 വർഷം മുന്നായിട്ട് ഞാൻ കേട്ടൊരു വാർത്തയാണ്. അതായത് സ്കൂളുകളിൽ സ്കൂൾ കുട്ടികളെ തന്നെ കയ്യിലെടുത്തുകൊണ്ട് ലഹരി മരുന്നുകൾ കച്ചവടം ചെയ്യിപ്പിക്കുന്ന ചില സംഘങ്ങൾ പല സ്കൂളുകൾ കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിക്ക്. കാരണം അങ്ങനെ ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, അങ്ങനെ ഒരു സർവേ ഒക്കെ നടത്തി, അങ്ങനെ എന്തൊക്കെയോ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അത് എവിടെയോ മൂടിപ്പോയോ എന്തായെന്ന് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഇതിനെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് അവിടെ ഒരു അടിവര ഇടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയണം. കാരണം കുട്ടികളിൽ നിന്നാണ് ഇവർ തുടങ്ങുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, 1 ഗ്രാമിന് ഇതിന് ഭയങ്കരമായിട്ടുള്ള വിലകളാണ്. 3000-4000 അതിലപ്പുറത്തേക്ക് എത്രയോ കിട്ടുന്ന 15,000-20,000 വിൽക്കുന്ന പലതരത്തിലുള്ള ലഹരി മരുന്നുകളാണ് ഇവർ കച്ചവടം ചെയ്യുന്നത്. ഒരു വട്ടം ഒരു ചെറിയൊരു പൊടി കിട്ടി കഴിഞ്ഞാൽ അത് അഡിഷനായിട്ട് മാറുന്നു. പിന്നെ എന്തും ചെയ്യാൻ തയ്യാറാവുന്നു. ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെറിയ കുട്ടികൾ പോലും ഈ പറയുന്ന ഓൺലൈൻ ഗെയിമിങ്ങിലൊക്കെ ബെറ്റ് വെക്കുന്ന ഗെയിമിങ്, ഇങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഈ പറയുന്ന പേഴ്സ് തപ്പി അതിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്നു.
പിന്നീട് മോഷണത്തിലേക്ക് പോകുന്നു, പിടിച്ചുപറിയിലേക്ക് പോകുന്നു, കൊലപാതകങ്ങളിലേക്ക് പോകുന്നു, കുഞ്ഞു കുട്ടികളടക്കം. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ പറയുന്ന ലഹരി മരുന്നിന്റെ സ്വാധീനത്തെ നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രവർത്തനം, പ്രതികരണം ഇനിയെങ്കിലും ഇവിടെ തുടങ്ങിയില്ലെങ്കിൽ, അതിശക്തമായിട്ടുള്ള പോരാട്ടം തുടങ്ങിയില്ലെങ്കിൽ ഉറപ്പായിട്ടും അധികം വർഷമൊന്നും മുന്നോട്ട് പോകില്ല. അതിനിടയിൽ തന്നെ ഇതൊരു ഭ്രാന്താലയമായി മാറുക തന്നെ ചെയ്യും ഉറപ്പായിട്ടുള്ള. വിവേകാനന്ദ സ്വാമി പണ്ട് പറഞ്ഞത് ഉടനെ പ്രാവർത്തികമാകാൻ പോകുന്നൊരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ പല മഹത് വ്യക്തികൾ പല കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അത് പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. ലോകത്തിന്റെ അവസാനമാണോ എന്ന് പോലും തോന്നിപ്പോവുകയാണ്. കാരണം ആർക്കും വെളിവില്ല, വെള്ളിയാഴ്ച ഇല്ല എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ്. ആർക്കുമില്ല, എല്ലാം ലഹരി മരുന്നിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് തോന്നിപ്പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ചില ഹോട്ടൽസിലൊക്കെ പോയിട്ട് നമ്മൾ ഭക്ഷണം വാങ്ങിക്കുന്ന സമയത്ത് അതിന് ഭയങ്കരമായിട്ട് അഡിക്ഷൻ തോന്നുവാണ്, വീണ്ടും വീണ്ടും പോകാൻ തോന്നുവാണ്. അപ്പോൾ എന്ത് തരത്തിലുള്ള ലഹരിയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്? ആ ടേസ്റ്റിനോട് തോന്നുന്ന അമിതമായിട്ടുള്ള ഇഷ്ടമാണോ? ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അമ്മയൊക്കെ വീട്ടിൽ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിനാണ് ഏറ്റവും ടേസ്റ്റ് തോന്നേണ്ടത്. അതിലപ്പുറത്തേക്ക് ടേസ്റ്റ് ഇതിലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് ഇതിലൊക്കെ പിന്നിൽ നടക്കുന്നത്? എന്തൊക്കെയോ തരത്തിലുള്ള ലഹരി മരുന്നിന്റെ വിൽപ്പനകൾ പല രീതിക്ക് പല തരത്തിലേക്ക് മനുഷ്യനെ ഓരോ ഈ പറയുന്ന നാഡീ നരമ്പുകളെയും പിടിച്ച് ഉലയ്ക്കുന്ന രീതിക്ക്, ത്രസിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് എന്തൊക്കെയോ ഇവിടെ വിൽപ്പനകൾ നടക്കുന്നു, എന്തൊക്കെയോ നമ്മളെയൊക്കെ അടിമകളാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇനിയെങ്കിലും കണ്ണു തുറക്കൂ, ഇതിനെതിരെ പ്രവർത്തിക്കൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ലോകം മുടിയും.